നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിവ് തെളിഞ്ഞു. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ 10ാം ഉദയ വേലാഘോഷം ഡിസംബർ 30 നടക്കും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി പി വിനുവിനെയും വൈസ് പ്രസിഡന്റായി കെ.എ. ഷൗക്കത്ത് അലിയെയും തീരുമാനിച്ചു. ചെവൂരിൽ സ്കൂട്ടറിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 6 വയസ്സുകാരന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിവ് തെളിഞ്ഞു. ഈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സി മുകുന്ദൻ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. PS സജിത് ആമുഖ പ്രഭാഷണം നടത്തി. ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താര ബാബു, NV ദേവൻ, സുനിത ബാബു, VD ഹരൻ, സന്ദീപ് അമ്മേക്കാവ്, വിനോദ് നെടിയിരിപ്പിൽ, രാജേഷ് പറശ്ശേരി, ലാൽ കച്ചില്ലം, കിഷോർ വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പിന്നണി ഗായകൻ അൻവർ സദാദ് നയിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു നമ്മുടെ ഭൂതകാല ചരിത്രത്തിൽ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും അനാചാരവും മുടിയഴിച്ചിട്ടാടിയിരുന്ന എല്ലാ വിധത്തിലുമുള്ള പേക്കൂത്തുകൾക്ക് വിധേയമാകുന്നതിന്റെ പേരിൽ ലോകത്തിന്റെ മുമ്പിൽ അപമാനത്താൽ തലതാഴ്ത്തേണ്ടി വന്ന ഒരു ഇരുണ്ട ഭൂതകാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലൂടെ ഉള്ള യാത്രക്കിടയിൽ സ്വാമി വിവേകാനന്ദൻ അത് കണ്ടുകൊണ്ടാണ് കന്യാകുമാരിയിൽ ഇപ്പോൾ വിവേകാനന്ദ പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന, അന്ന് പേരില്ലാതിരുന്ന പാറപ്പുറത്ത് 3 ദിവസത്തെ മൗനധ്യാനവും കഴിഞ്ഞ് മലയാളത്തെ നോക്കി അലറിയത് കേരളം ഒരു ഭ്രാന്താലയം. ആ ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള കേരളത്തിന്റെ പരിവർത്തനം മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും പൊതുവായ മാറ്റത്തിലും ഊന്നി എല്ലാ വിധത്തിലുള്ള മനുഷ്യരെയും കൂട്ടി കേരളം നടത്തിയ ഐതിഹാസികങ്ങളായിട്ടുള്ള മാറ്റങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായത്. അതിന് നമ്മുടെ ഉത്സവങ്ങൾ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മകൾ ഒരുപാട് നന്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ 10ാം ഉദയ വേലാഘോഷം ഡിസംബർ 30 നടക്കും. രാത്രി 8-ന് സാന്ദ്രാലയം നന്ദഗോവിന്ദം ഭജൻസാണ് പ്രത്യേക പരിപാടി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, തന്ത്രിമുഖ്യൻ തളനെല്ലൂർ പടിഞ്ഞാറമ്മന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം അഭിഷേകത്തോടുകൂടി ഉച്ചപൂജ എന്നിവ നടക്കും. വൈകിട്ട് 3 ഗജവീരന്മാരോട് കൂടി കൂട്ടിയെഴുന്നള്ളിപ്പ്, തുടർന്ന് പാണ്ടിമേളം, കുടമാറ്റം, ദീപാരാധന, വർണ്ണമഴ, കേളിപ്പറ്റ്, തായമ്പക, നന്ദഗോവിന്ദം ഭജൻ, പാണ്ടിമേളത്തോടു കൂടി എഴുന്നള്ളിപ്പ്, തീയാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. തൃക്കൂർ രാജന്മാരാർ പഞ്ചവാദ്യത്തിനും കേളത്ത് സുന്ദരന്മാരാർ പാണ്ടിമേളത്തിനും കോതൂർ വിഷ്ണുവാര്യർ തായമ്പകയ്ക്കും വിദ്യാസാഗർ നാദസ്വരത്തിനും നേതൃത്വം നൽകും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് മാരാത്ത്, സെക്രട്ടറി മഹേഷ് തൊട്ടിപ്പുള്ളി, ഓഡിറ്റർ സുജിത് പാറയിൽ, ജോയിന്റ് സെക്രട്ടറി ശാലിഷ് കോമത്ത്, സമിതി അംഗം സജീവ് കലാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി പി വിനുവിനെയും വൈസ് പ്രസിഡന്റായി കെ.എ. ഷൗക്കത്ത് അലിയെയും തീരുമാനിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിന്റെ പി വിനുവിനെയും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിന്റെ കെ.എ. ഷൗക്കത്ത് അലിയെയും തീരുമാനിച്ചതായി UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, P സിദ്ദിഖ്, K.A. കബീർ എന്നിവർ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു. നാട്ടികയിൽ UDFന് വലിയ വിജയം ഒരുക്കുന്ന നാട്ടികയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം
ഇവിടെ ഒരു CJP മുന്നണിയാണ് ഭരിച്ചിരുന്നത്. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ട് കൂടി മറ്റൊരു ശരിക്കും പറഞ്ഞാൽ BJPയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി LDFയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തത്. അതിലുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം തന്നെ മുന്നോട്ട് വെക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിനാണ് CPMന്റെ കോട്ടകളിൽ പോലും UDFനെ വിജയിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ നന്ദിയും കടപ്പാടും തുടർന്നുള്ള 5 വർഷങ്ങളിൽ UDFന്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാലും വൈസ് പ്രസിഡന്റായാലും ആ നയത്തിൻ്റെ ആനുപാതികമായിട്ടാണ് ഭരണം നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ UDFും ഒക്കെ അതിൻ്റെ നിരീക്ഷകരെ വെച്ച് ഇവിടെ TN പ്രതാപനായിരുന്നു അതിൻ്റെ ചുമതല. നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത ടൈമിലേക്കുള്ള പ്രസിഡന്റായി PV വിനുവിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട KA ഷൗക്കത്തിയെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുക്കും. നയപരമായി ഞങ്ങൾ പ്രഖ്യാപിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ അത് നിങ്ങളോട് വിശദീകരിക്കും. ഞങ്ങളുടെ ജനപ്രിയമായ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി പരിപാലിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകും. ചൊവ്വൂരിൽ സ്കൂട്ടറിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 6 വയസ്സുകാരന് ദാരുണാന്ത്യം. ചൊവ്വൂര് പെരുവനം സംസ്കൃത സ്കൂളിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മാതൃഭൂമി തൃശൂർ യൂണിറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചക്കാലക്കൽ അരുൺകുമാറിന്റെയും കൃഷ്ണപ്രിയയുടെയും മകൻ കൃഷ്ണസ്വരൂപാണ് മരിച്ചത്. തൃപ്പൂണിത്തറ ഭവൻസ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചെറുവത്തേരി സ്വദേശിയായ അരുൺകുമാർ ചെറുവത്തേരി 10ാം ഉദയം കാവടി കണ്ടു മടങ്ങവേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചൊവ്വൂർ കപ്പേളയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. അരുൺകുമാർ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. PA രാധാകൃഷ്ണന്റെ 6ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ മഞ്ഞപ്പിത്തം സെന്ററിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് 818 സഹകരണ സംഘം വൈസ് പ്രസിഡന്റും CPIM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PA രാധാകൃഷ്ണന്റെ 6ാം ചരമവാർഷികമാണ് വിവിധ പരിപാടികളോടെ മഞ്ഞപ്പിത്തം സെന്ററിൽ ആഘോഷിച്ചത്. CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം AV ശ്രീവത്സൻ, ഷാജി പെലിയടത്ത്, TA ചാക്കോ, TG ദിലീപ് കുമാർ, VA ദിവാകരൻ, ഷിബു മാഷ്, പോളി മാളിയേക്കൽ, KG ഭുവനൻ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് അംഗം ജോബി CL ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് അംഗം റാഫി കൊമ്മൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സ്മിത P ജോസ് പതാക ഉയർത്തി. പ്രോഗ്രാം ഓഫീസർ KN സോന പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ TS ഷാജി, രാധാചന്ദ്രൻ, MPTA പ്രസിഡന്റ് ജെസി വർഗീസ്, ചൈലി ആന്റണി, ബത്തൂല, അധ്യാപകരായ GOP റൊസാൻഡോ, റീന ജേക്കബ്, ലിജോൺ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. NSS ലീഡർമാരായ ആൻവി വിജോ, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ വിജയിപ്പിക്കാനായി എല്ലാവരും ശ്രമിക്കണം. ഈ സപ്തദിന മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നുണ്ടോ? എങ്കിൽ ബോൾഡ് സ്കൈ എനർജിയെ സമീപിക്കുക. 25 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 70% സബ്സിഡിയിൽ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുവഴി ഉയർന്ന കറണ്ട് ബില്ലിൽ നിന്നും മോചനം. സോളാർ ഇൻസ്റ്റാളേഷന് പുറമെ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റർ, സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സേവനങ്ങൾക്കും സമീപിക്കുക. ബോൾഡ് സ്കൈ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശൂർ, തൃപ്രയാർ. ഫോൺ 9961 689 932 8848 173 421. Your perfect solar energy solution. നിങ്ങളുടെ വീട് പണി ആരംഭിച്ചോ? ഇനി പലവിധ ഷോപ്പുകൾ കയറി അലയേണ്ട. തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂമായ ബിൽടെക്കിൽ നിന്ന് കമ്മീഷൻ ഇല്ലാതെ വീടുപണിക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഡോർ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, SS and PVC വാട്ടർ ടാങ്ക്സ്,
ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകും. ഇവിടെ നിന്നും വിലക്കുറവിൽ ഇടനിലക്കാരില്ലാതെ ഫിക്സഡ് പ്രൈസിൽ ബാർകോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി സംതൃപ്തിയോടെ മടങ്ങാം. ബിൽടെക് ട്രിപ്പയറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം നിയർ ട്രിപ്പയർ പോളി ജംഗ്ഷൻ. ഫോൺ 8590191910. വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നുണ്ടോ? എങ്കിൽ ബോൾഡ് സ്കൈ എനർജിയെ സമീപിക്കുക. 25 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 70% സബ്സിഡിയിൽ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുവഴി ഉയർന്ന കറണ്ട് ബില്ലിൽ നിന്നും മോചനം. സോളാർ ഇൻസ്റ്റാളേഷന് പുറമെ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റർ, സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സേവനങ്ങൾക്കും സമീപിക്കുക. ബോൾഡ് സ്കൈ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശൂർ, തൃപ്രയാർ. ഫോൺ 9961 689 932 8848 173 421. Your perfect solar energy solution. വാർത്താ നേരം തുടരുന്നു. പെരിഞ്ഞനം കൊച്ചിപ്പറമ്പത്ത് തറവാട് കുടുംബസംഗമം നടത്തി. ചക്കരപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കൊടുങ്ങല്ലൂർ SNDP അഡ്മിനിസ്ട്രേറ്റർ ചെയർമാൻ PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരി KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദേവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV വിനോദ്, സെക്രട്ടറി KV കൃഷ്ണലാൽ, ട്രഷറർ ഷിബു ശാന്തി, ക്ഷേത്രം തന്ത്രി KK സുരേഷ്, മേൽശാന്തി സലീൽ പാണാട്ട്, പെരിഞ്ഞനം ഈസ്റ്റ് SNDP ശാഖ പ്രസിഡന്റ് ER കാർത്തികേയൻ, KP സുധാകരൻ, അഡ്വക്കേറ്റ് വിജയൻ ഊട്ടി, ഡോക്ടർ ശ്രീലക്ഷ്മി അബിത്ലാൽ എന്നിവർ സംസാരിച്ചു. തറവാട്ടിലെ 75 വയസ്സ് പിന്നിട്ട 25 വയോധികരും വിവാഹ ജീവിതത്തിൽ 50 വർഷം കഴിഞ്ഞ 6 ദമ്പതിമാരെയും അടുത്തിടെ വിവാഹം കഴിഞ്ഞ ദമ്പതിമാരുടെയും പൊന്നാട അണിയിച്ചും മൊമന്റോ കൈമാറിയും ആദരിച്ചു. കുടുംബസംഗമത്തിൽ നേതൃത്വം നൽകിയ ക്ഷേത്ര ഭാരവാഹികളെ KK ശങ്കരനാരായണൻ, ബേബി ശങ്കരനാരായണൻ എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചന്ദ്രാപിന്നി അലുവത്തെരുവ് മുനവറുൽ ഇസ്ലാം മസ്ജിദ് ആൻഡ് മദ്രസയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ഡിജിറ്റൽ ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി. മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് നസീൽ അസ്ഹരി, പഞ്ചായത്ത് അംഗങ്ങളായ TK ചന്ദ്രബാബു, VV സുബീഷ്, ജമാഅത്ത് ഇസ്ലാമി മദരകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, ജമാഅത്ത് ഇസ്ലാമി ചന്ദ്രാപിന്നി യൂണിറ്റ് പ്രസിഡന്റ് നസീർ, ഹ്യൂമൻ വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി നസീർ ഹുസൈൻ, പ്രോഗ്രാം കൺവീനർ PK ബഷീർ എന്നിവർ സംസാരിച്ചു. MA അബ്ദുൾ, KS നളൻ, MM അബ്ദുള്ള കുട്ടി, ഷിയാസ് മജീദ്, PK ഫൈസൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഖുർആൻ പരീക്ഷാ വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈസ്റ്റ് കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ മിഥുനാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട എസ്ഐമാരായ അഭിലാഷ്, സോജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വരടിയത്ത് പാടത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടയിൽ കൈക്കോട്ടുകൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പേരാമംഗലം സ്വദേശിയായ കാട്ടിനകത്ത് വീട്ടിൽ പ്രേമദാസാണ് മരിച്ചത്. പരിക്കേറ്റ് അമല ആശുപത്രിയിലിരിക്കുമ്പോഴായിരുന്നു മരണം. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രേമദാസിന്റെ സഹോദരന്റെ മകൻ മഹേഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. ഒറ്റപ്പാലം കണിയമ്പുറത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊണ്ടാഴി വടക്കേത്തറ മലയങ്കത്ത് വീട്ടിൽ 60 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ കാന്റീൻ ജീവനക്കാരനായിരുന്നു. സെവൻത് ഡേ ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തിരഞ്ഞെടുത്തു. 2 സ്വതന്ത്രരുടെ പിന്തുണ ഉൾപ്പെടെ 35 വോട്ട് നേടിയാണ് നിജി ജസ്റ്റിനെ മേയറായി തിരഞ്ഞെടുത്തത്. മേയറായി തിരഞ്ഞെടുത്ത നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വരണാധികാരിയായിരുന്നു. മേയർ സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞുനിന്ന ലാലി ജെയിംസ് വോട്ടെടുപ്പിന് 10 മിനിറ്റ് മുമ്പാണ് കൗൺസിൽ ഹാളിൽ എത്തിയത്. മേയറായി തിരഞ്ഞെടുത്ത നിജി ജസ്റ്റിനെ കോൺഗ്രസ് നേതാക്കൾ അഭിനന്ദിച്ചു. തലയിൽ പുഷ്പകിരീടം അണിയിച്ചായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആഹ്ലാദം. പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായി CPIയിലെ ഹണി പീതാംബരനെ തിരഞ്ഞെടുത്തു. 17-നെതിരെ 25 വോട്ടുകൾക്കാണ് ഹണി പീതാംബരൻ വിജയിച്ചത്. നഗരസഭയിലെ നീലക്കാമ്പാറ വാർഡ് കൗൺസിലറാണ് ഹണി പീതാംബരൻ. ഹണി പീതാംബരന്റെ പേര് രാമദാസ് നിർദ്ദേശിച്ചു. VV രതീഷ് പിന്താങ്ങി. BJPയിലെ ON ജയദേവന്റെ പേര് TS സജീവൻ നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ VN ജോണിയുടെ പേര് കവിതാ മധു നിർദ്ദേശിച്ചു. വരണാധികാരി ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ KP വിനു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു. ഇടതുമുന്നണിയിലെ ധാരണപ്രകാരം CPIക്കാണ് ആദ്യഘട്ട നഗരസഭാ ചെയർമാൻ സ്ഥാനം. യഥാവിധിയായി
യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനായി NP ജാക്സൺ ചുമതലയേറ്റു. 24 വോട്ട് നേടിയാണ് NP ജാക്സൺ ചെയർമാനായത്. 22 UDF അംഗങ്ങളുടെയും 2 സ്വതന്ത്ര അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് NP ജാക്സൺ ചെയർമാനായത്. ഇടതുപക്ഷത്തു നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച PV ശിവകുമാറിന് 13 വോട്ടും BJPയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച TK ഷാജുവിന് 6 വോട്ടും കിട്ടി. വികസനത്തിന് മുൻതൂക്കം നൽകിയുള്ള ഭരണം ഇരിങ്ങാലക്കുടയിൽ കാഴ്ചവെക്കുമെന്ന് NP ജാക്സൺ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആലാച്ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിവ് തെളിഞ്ഞു. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ 10ാം ഉദയ വേലാഘോഷം ഡിസംബർ 30 നടക്കും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി P വിനുവിനെയും വൈസ് പ്രസിഡന്റായി KA ഷൗക്കത്ത് അലിയെയും തീരുമാനിച്ചു. ചെവൂരിൽ സ്കൂട്ടറിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 6 വയസ്സുകാരന് ദാരുണാന്ത്യം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.